നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓരോ അടി അടിക്കുമ്പോ അവര് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ബാലേന്ദ്രനെ മറക്കാൻ തയ്യാറാണോന്ന്. അല്ലെന്ന് ഞാൻ പറഞ്ഞു. പർവ്വതങ്ങൾക്ക് സ്ഥാനമാറ്റമുണ്ടായേക്കാം, കടല് വറ്റിപ്പോയേക്കാം, സൂര്യചന്ദ്രന്മാർ ഉദിച്ചില്ലെന്ന് വരാം. പക്ഷേ എന്റെ ബാലേട്ടനെ ഞാൻ മറക്കില്ല. ഒടുവിൽ അടികൊണ്ട് എന്റെ ബോധം പോയി. അവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു ബാലേട്ടാ. എന്റെ ബാലേട്ടന് വേണ്ടിയല്ലേ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല സുസ്മിതേ. അയ്യോ ബാലേട്ടാ, ബാലേട്ടന് എന്തിനാണോ പുറപ്പാടാ? ബാലചന്ദ്രന്റെ പെണ്ണിനെ തൊട്ട കൈപൊള്ളൂന്ന് ആ പത്മാവതിയും ചൈന കോളനിയിലെ പെണ്ണുങ്ങളും അറിയണം. ഇപ്പൊ അതൊന്നും വേണ്ട ബാലേട്ടാ. നമുക്ക് സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിച്ച പോരെ. എന്നാ വാ, നമുക്കേ റിസോർട്ടിലോട്ട് പോവാം. ബാലേട്ടന്റെ ഒരു കാര്യം, ബാലേട്ടൻ ഇവിടെ വന്ന് റേസിൽ പങ്കെടുക്കാനല്ലേ? അത് പോയാ പോട്ടെ, 2 ലക്ഷം ഉലുവയനല്ല, കാശല്ലോ നമുക്ക് പ്രധാനം. പിന്നെ എന്തുവാടാ വാങ്ങിക്കി? സൂക്ഷ്മ കുട്ടിക്ക് എന്താ ഒരു ഉത്സാഹം ഇല്ലാത്തത്? അത് ബാലേട്ടാ, ബാലേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അടിയും കൊണ്ട് പുളിയും കുടിച്ചാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കിരീടവും ചെങ്കോലുമായിട്ട് വിജയിച്ചു വരുന്ന ബാലചന്ദ്രനെ ആവണം ഈ സുസ്മിത മാലയിട്ട് സ്വീകരിക്കേണ്ടത്. അതാ പറഞ്ഞത്, പോയി തല്ലി തീർക്കാമെന്ന്. തല്ലി തീർക്കല്ല ബാലേട്ട പോംവഴി. ആ കോളനിയിലെ 4 ചാവാലി പെണ്ണുങ്ങൾ കൈവച്ചു എന്ന് കരുതി നമുക്കെന്താ? ഒപ്പത്തിനൊപ്പം അല്ലാത്തവരെ ശത്രുവായിപ്പോലും പരിഗണിക്കാൻ പാടില്ലെന്നാ. നായെ കുരച്ചാലും ചന്ദ്രനൊന്നും സംഭവിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? ബാലേട്ടനെ ചതിച്ച ശാലിനിയും എന്നെ ചതിച്ച വിഷ്ണുവേട്ടനുമാ നമ്മുടെ ശത്രുക്കൾ. അവരെയാ നമുക്ക് തോൽപ്പിക്കേണ്ടത്. അതിനുള്ളൊരു സുവർണ അവസരം ഇപ്പൊ വന്നു ചേർന്നിരിക്കുക. വിഷ്ണുവേട്ടനും മത്സരിക്കുന്നുണ്ട് ഈ റേസില്. കാഴ്ചക്കാരിയായി ശാലിനി എത്തിയിട്ടുണ്ട്. സമ്മാനദാനം നിർവഹിക്കുന്നത് ഭാമാണ്ടിയ. ഈ റേസിൽ ബാലേട്ടൻ ജയിച്ചാ തോൽക്കുന്നത് ശാലിനിയും വിഷ്ണുവേട്ടനുമായിരിക്കും. ശാലിനിയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവേട്ടൻ തോൽക്കുമ്പോഴേ വിഷ്ണുവേട്ടനേക്കാ മിടുക്കനാ ബാലേട്ടെന്ന് ശാലിനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നേക്കാ മിടുക്കനായ ഒരാളാണ് സുസ്മിതയ്ക്ക് കൂട്ടെന്ന് വിഷ്ണുവേട്ടനും മനസ്സിലാവും. സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചാവണം വിഷ്ണുവേട്ടൻ തോൽക്കാൻ. മകനെ തോൽപ്പിച്ച ബാലേട്ടനെ പൂമാലയിട്ട് സ്വീകരിക്കും ഭാമാൻഡി. ആ മാല കഴുത്തിലിട്ടോണ്ട് ബാലേട്ടൻ വേദിയിൽ നിന്ന് താഴേക്കിറങ്ങി വരണം. അതേ മാല കഴുത്തിലിടാൻ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ തന്നെ തല കുനിച്ചു തരൂ ഈ സുസ്മിത. സത്യം? സത്യം. പോയി ജയിച്ചു വാ. വാക്ക് പാലിച്ചിരിക്കും സുസ്മിക്കുട്ടി. മരിച്ചാൽ ഈ റേസ് ജയിച്ചിരിക്കും ബാലേന്ദ്രൻ. ശരിയാക്കി തരാം. നീ മരിച്ചാലും എനിക്കൊന്നുമില്ലട വായി നോക്കി. തൽക്കാലം വിഷ്ണുവേട്ടനെ തോൽപ്പിച്ച് കാണിക്ക. ശാലിനി ജയിക്കാൻ സമ്മതിക്കില്ല ഞാൻ. കുടുംബശ്രീ ഹോട്ടലും അവളുടെ വീടും കുളം തോണ്ടണം. അവളുടെ അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും കണ്ണീര് കൊണ്ടത് നിറയണം. എന്നാലേ എന്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തതിനുള്ള ശിക്ഷ അല്പമെങ്കിലും ആകൂ ശാലിനി. ഏണിക്കരയുടെ ചരിത്രത്തിൽ മേരിമാതാ ടിമ്പർ മില്ലിന്റെ സ്ഥാനം അതാണ്. അല്ല നിർമ്മലേ, ഇവിടെ എന്തിനാ ഈ പ്ലാസ്റ്റിക് കസേരകൾ ഇട്ടേക്കുന്നത്? മേരിമാതാ മില്ലിൽ നിന്നുള്ള കസേരകൾ എടുത്തിട്ടാ പോരായിരുന്നു? അതിനു വേണ്ടി പുളിക്കും. മൊത്തം കാശ് രൊക്കം കിട്ടാതെ മില്ലിന്ന് ഒരു തീപ്പെട്ടിക്കൊള്ളി വെളിയിൽ കൊണ്ടുപോവാൻ സമ്മതിക്കത്തില്ല അച്ചായി. സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നപ്പോ ശവപ്പെട്ടി കടക്കാരനോട് പെട്ടി ഉണ്ടാക്കാൻ തടി കൊടുക്കണമെങ്കിൽ മില്ലിലെ പറ്റി തീർക്കണോന്ന് പറഞ്ഞ ആളാ. അതേ സുഹൃത്തുക്കളെ, അത്രയ്ക്കും മഹാമനസ്കനായ ഒരാളാണ് ഈ ചീമേനി പത്രോസ്.
അതെ ശാലിനി, സത്യാമ്മയാ ചടങ്ങിലെ മുഖ്യ അതിഥി. ഈ സൈക്കിൾ റേസിൽ വിജയിക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് മണി എത്രയാണെന്ന് അറിയാവോ? 2,22,222 രൂപ. അതെ സുഹൃത്തുക്കളെ, 2,22,222 രൂപ. ശ്ശോ, അതിനി ഒരു 2 ലക്ഷം തവണയെങ്കിലും പറയാം. അച്ഛൻ്റെ ഒരു കാര്യം. അല്ല നിർമ്മലെ, ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, ഈ പ്രൈസ് മണി എന്താ ഇങ്ങനെ? 2 ലക്ഷമോ 2.5 ലക്ഷമോ ആക്കിയാ പോരായിരുന്നോ? ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആൾക്കാരുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറുന്ന അച്ചായൻ പറയുന്നത്. ഓ, ആ 2,22,222 രൂപ മത്സര വിജയിക്ക് സമ്മാനിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം സത്യഭാമ. നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ സത്യഭാമ. കൈയടിക്കില്ല. നിർമ്മലെ, ദേ ആ പെൺകുട്ടി ഏതാ? ഏതാ ഭാമേ? ദേ ആ കുഞ്ഞുമായി നിൽക്കുന്ന പെൺകുട്ടി. ഓ, അതിന് എനിക്ക് പരിചയമൊന്നുമില്ല. എന്താ ഭാമേ ചോദിച്ചേ? അല്ല, എവിടെയോ കണ്ട് നല്ല മുഖപരിചയമുള്ളതുപോലെ. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി സത്യഭാമ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഉടൻ മേരിമാതാ ടിമ്പർ മില്ലിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ ചീമേനി ഔദ മെമ്മോറിയൽ സൈക്കിൾ റേസ് ആരംഭിക്കുന്നതായിരിക്കും. എല്ലാം റെഡിയല്ലേ? ഒന്ന് വേഗം വാടാ. ഈശ്വര, ഈ വിഷ്ണുട്ടൻ എങ്ങോട്ട് പോയി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.